ഹായ് എവരിവൺ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് സ്പാൻ എസ് എന്ന് പറഞ്ഞു അല്ലെ. W ഈക്വൽ ടു സ്പാൻ ഓഫ് W1 W2 എക്സെട്ര WR, അല്ലെങ്കിൽ W ഈക്വൽ ടു സ്പാൻ എസ്, അല്ലെങ്കിൽ ദ സബ്സ്പേസ് ജനറേറ്റഡ് ബൈ ദ സെറ്റ് എസ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പൊ ഒന്നാമത്തെ എക്സാമ്പിൾ പറയുന്നത് ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ് സ്പാൻ Rn, അതായത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ് ആരെ സ്പാൻ ചെയ്യുന്നു? Rn സ്പാൻ ചെയ്യുന്നു. ഇതെങ്ങനെയാ നോക്കാം. നിങ്ങൾക്ക് എന്താ സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് ഓർമ്മയുണ്ടോ? എന്താണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ്? സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ് ഏതൊക്കെയാണ്? സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ് ഇൻ Rn ആർ ഏതൊക്കെയായിരുന്നു? E1, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, 1 0 0 എക്സെട്ര അപ് ടു 0. ഇത് n ടപ്പിൾസ് ആണ് കേട്ടോ. E2 0 1 0 എക്സെട്ര 0 എക്സെട്ര അപ് ടു En. എങ്ങനെയാ വരിക? 0 0 എക്സെട്ര അപ് ടു 1 വരും അല്ലെ. ഇതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ് ഇൻ Rn അല്ലെ. അപ്പോൾ ഈ വെക്ടേഴ്സ് Rn സ്പാൻ ചെയ്യുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ അതെങ്ങനെയാ പറയാൻ നോക്കാം. നമുക്ക് Rn ഒരു എലമെന്റ് എടുക്കാം. Rn ഒരു എലമെന്റ് എടുത്തു. V ബിലോങ്സ് ടു Rn. അപ്പൊ V എന്തായിരിക്കും? ഒരു n ടപ്പിൾ ആയിരിക്കും അല്ലെ. V1 V2 എക്സെട്ര അപ് ടു Vn എന്ന് എഴുതാലോ. ഇനി ഇതിനെ ഈ സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റിയാൽ നമുക്ക് പറയാം ഈ സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടർ സ്പാൻ Rn. കാരണം എന്താണെന്നറിയോ? ഈ നമ്മൾ Rn ഒരു ആർബിട്രറി എലമെന്റ് ആണ് എടുത്തത്. ഏതോ ഒരു എലമെന്റ് ആണ് എടുത്തത്. ആ എലമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? Rn സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റിയാൽ നമുക്ക് പറയാം Rn ഈ സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ് സ്പാൻ ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാൻ നോക്കാം കേട്ടോ. അപ്പൊ ഈ V1 V2 എക്സെട്ര Vn നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? അതായത് V ഈക്വൽ ടു V1 1 0 എക്സെട്ര അപ് ടു 0 പ്ലസ് V2 0 1 എക്സെട്ര അപ് ടു 0 പ്ലസ് എക്സെട്ര Vn 0 0 എക്സെട്ര അപ് ടു Vn 1. നിങ്ങൾ നോക്കുക, ഇതിനെ ഒന്ന് നിങ്ങൾ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് V1 V2 എക്സെട്ര Vn എന്ന് പറയുന്ന എലമെന്റ് കിട്ടില്ലേ? അതായത് ഈ V1 എന്ന് പറഞ്ഞാൽ ഈ 1 0 0 0 ആരാ? E1 ആണ് അല്ലെ. V2 എന്ന് പറഞ്ഞാൽ E2 എക്സെട്ര അപ് ടു Vn En എന്ന് എഴുതാം. ഓക്കെ, ഇറ്റ് ഈസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ്, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് E1 E2 എക്സെട്ര En ആണ് അല്ലെ. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. R2 എന്ന് പറയുന്ന സെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമാണല്ലോ. R2 എലമെന്റ്സിന്റെ ഫോം എങ്ങനെയാ വരിക? XY എന്ന് പറഞ്ഞിട്ട് വരും അല്ലെ. അപ്പൊ R2 സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ് എങ്ങനെ വരും? E1 is equal to 1 0 എന്ന് വരും. E2 is equal to 0 1 എന്ന് വരും. അപ്പോ നമുക്ക് ശരിക്കും XY നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഞാൻ എടുക്കുകയാണ്, ഞാനൊരു എലമെന്റ് എടുത്തു. V എന്ന് പറയുന്ന ഒരു എലമെന്റ് R2 എടുത്തു. അങ്ങനെയാണെങ്കിൽ V ക്യാൻ ബി റിട്ടൺ ആസ് X, Y എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, V എന്ന് പറയുന്ന എലമെന്റിന് X രണ്ട് ടപ്പിൾ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ X, Y എന്ന് എഴുതി. ഇനി ഈ ഒരു എലമെന്റിനെ നമുക്ക് E1 E2 ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതാം? XY എന്ന് പറയുന്ന ആളെ നമുക്ക് ഇങ്ങനെ എഴുതാലോ. X ഇൻറ്റു 1 0 പ്ലസ് Y ഇൻറ്റു 0 1 എന്ന് എഴുതാം. നിങ്ങൾ ചെയ്ത് നോക്കുക. X, ഇതെന്താ കിട്ടുക? X, 0 എന്ന് കിട്ടും. പ്ലസ് 0, Y എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് XY എന്ന് കിട്ടില്ലേ? അപ്പോൾ ഏതൊരു XY എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനത്തെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റൂ അല്ലെ. അതായത് ഇതിന്റെ മീനിങ് എന്താ? X ഇൻറ്റു E1 പ്ലസ് Y ഇൻറ്റു E2 എന്നല്ലേ എഴുതിയിരിക്കുന്നത്. അതായത് E1ന്റെയും E2ന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ XY എന്ന് പറയുന്ന ഒരു ആർബിട്രറി എലമെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. അതായത് ഏത് എലമെന്റ് എടുത്താലും അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? E1ന്റെയും E2ന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? R2 എന്ന് പറയുന്ന ആളെ ആര് സ്പാൻ ചെയ്യുന്നു? 1 0 0 1 സ്പാൻ ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ,
മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് പറയാം? Rn ഈക്വൽ ടു സ്പാൻ ഓഫ് E1, E2 എക്സെട്ര അപ് ടു En. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. ഇതൊരു ജോമെട്രിക് വ്യൂ ഓഫ് സ്പാനിങ് ഇൻ R2 ആൻഡ് R3 ആണ്. നമുക്കിത് എങ്ങനെയാണ് ഈ R2ന്റെയും R3ന്റെയും എങ്ങനെയാണ് ഇതിന്റെ ജോമെട്രിക് വ്യൂ എങ്ങനെയാണ് എന്നുള്ളതൊന്ന് നോക്കാം. ജോമെട്രിക് വ്യൂ ഓഫ് സ്പാനിങ് ഇൻ R2 ആൻഡ് R3 നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ R2 എന്ന് പറയുന്ന R2 ഉണ്ട് ഇവിടെ. ഓക്കെ, R2 അല്ലെങ്കിൽ R3 കേട്ടോ. അതിൽ ഒറിജിൻ ഇനീഷ്യൽ പോയിന്റ് ആയിട്ടുള്ള ഒരു വെക്റ്റർ നമ്മളെടുത്തു. ഓക്കെ, വി എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ സ്പാൻ വി എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ വി പ്ലസ് വി 2v ആൻഡ് വി പ്ലസ് വി പ്ലസ് വി 3v, വി പ്ലസ് വി പ്ലസ് വി പ്ലസ് വി. അതായത് വിനെ നമ്മൾ ആഡ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ് ഈസ് ദ സ്കെലാർ മൾട്ടിപ്പിൾ ഓഫ് വി ആണല്ലേ വരുന്നത്. അതായത് സ്പാൻ വി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സ്കെലാർ മൾട്ടിപ്പിൾസ് ഓഫ് വി. അതായത് അതെവിടെയാണ് കിടക്കുക? വി പ്ലസ് വി എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കും അല്ലെ. ഇപ്പൊ 2v എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഇനി 3v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ വി വരും. അതായത് ഈ ലൈൻ തന്നെയാണ് കിടക്കുക. എന്ത്? kv എന്ന് പറയുന്ന ആള് അല്ലെ. അതായത് വി അപ്പോ ഈ നമുക്ക് k ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിന്റെ സ്കെലാർ മൾട്ടിപ്പിൾ എവിടെ വേണമെങ്കിലും എടുക്കാം അല്ലെ. അതാണ് ലൈൻ ത്രൂ ദ ഒറിജിൻ ഡിറ്റർമൈൻഡ് ബി വി. അതാണ് സ്പാൻ വി എന്ന് പറയുന്നത്. അതായത് ഞാൻ എന്താ ഉദ്ദേശിച്ചത്, ഇവിടെ വി എന്ന് പറയുന്ന ഒരു വെക്ടർ എടുത്തിട്ടുണ്ട്. ഈ വെക്ടർ സ്പാൻ ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ലൈൻ ത്രൂ ദ ഒറിജിൻ ആണ് സ്പാൻ ചെയ്യുന്നത്. എങ്ങനെയാ അത് മനസ്സിലാവുന്നത്? ഞാൻ വി എന്ന് പറയുന്ന ഒരു വെക്ടർ എടുത്തു, അതിന്റെ സ്കെലാർ മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ വെക്ടർ ആഡ് ചെയ്തു, വി പ്ലസ് വി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 2v കിട്ടും. വി പ്ലസ് വി എടുത്തു കഴിഞ്ഞാൽ 3v കിട്ടും. അങ്ങനെ വി നമ്മൾ ആഡ് ചെയ്യുന്നതോറും നമുക്ക് ഇറ്റ് ഈസ് എ സ്കെലാർ മൾട്ടിപ്പിൾ എന്നാണ് വരുന്നത്. അപ്പൊ നമുക്ക് സ്കെലാർ മൾട്ടിപ്പിൾ എടുക്കുമ്പോൾ നമുക്ക് ഹാഫ് വി വേണമെങ്കിൽ എടുക്കാൻ പറ്റും അല്ലെ. ഹാഫ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടം വരെ കിട്ടും. അതായത് ഇത് എല്ലാം കൂടെ ഈ ഒരു കോമ്പിനേഷൻസ് എല്ലാം കൂടെ നമുക്ക് എന്താ തരുന്നത്? ഇറ്റ് ഈസ് ഈ ലൈൻ അല്ലേ തരുന്നത്. ഓക്കെ, അപ്പൊ ഈ വി എന്ന് പറയുന്ന ഈ ഒറിജിനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഈ വെക്ടർ എന്താണ് നമുക്ക് സ്പാൻ ചെയ്ത് തരുന്നത്? ഇറ്റ് ഈസ് എ ലൈൻ ത്രൂ ദ ഒറിജിൻ ആണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഇനി രണ്ടാമത്തത് പറയാം. ഇത് എത്രത്തോളം മനസ്സിലാവും അറിയില്ല, എങ്കിലും നോക്കാം. ഇവിടെ പറയുന്നത്, ഇവിടെ ഞാൻ v1 എന്ന് പറയുന്ന ഒരു വെക്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ പ്ലെയിൻ ഇങ്ങനെ ഒത്തിരി വലുതാണ്. ഇവിടെ ഞാൻ വരച്ചപ്പം കുറച്ച് ചെറുതായി പോയിട്ടുണ്ട്. അതായത് ഇവിടെ ഈ പ്ലെയിൻ ഇതാ ഇങ്ങനെ പോകുന്നുണ്ട്, ഇതാ ഇങ്ങനെ കുറെ കൂടെ വലുതാണ് ഈ പ്ലെയിൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഞാനിവിടെ ഒരു R3 എടുത്തിട്ടുണ്ട്. R3 എന്താ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാലേ, R3 രണ്ട് വെക്ടേഴ്സ് എടുത്തിട്ടുണ്ട്. v1 എന്ന് പറയുന്ന ഒരു വെക്ടർ ഇവിടെ വരച്ചു, v2 എന്ന് പറയുന്ന മറ്റൊരു വെക്ടർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഈ v1 എന്ന് പറയുന്ന വെക്ടറിന്റെ സ്കെലാർ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിൽ തന്നെയല്ലേ പോവാ. ഈ v2 എന്ന് പറയുന്നതിന്റെ സ്കെലാർ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിൽ തന്നെ പോകും അല്ലെ. ഇനി ഇതെന്താ? നമ്മൾ പാരലലോഗ്രാം ലോ പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ v1 പ്ലസ് v2 എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലെ. ഈ v1 പ്ലസ് v2 എന്ന് പറയുന്നത്, ഓക്കെ, v1 പ്ലസ് v2 എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പൊ ഇതിലെ ഏത് രണ്ട് വെക്ടേഴ്സ്, ഇപ്പൊ kv1 പ്ലസ് kv1 എടുത്തു കഴിഞ്ഞാൽ ഇതാണ് kv1. അപ്പൊ ഇതാണ് kv2 എന്ന് വിചാരിക്കുക. ഇങ്ങനെ നീട്ടി വരച്ചത് ഇതാണ് kv2. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നെ പാരലലോഗ്രാം ഫോം ചെയ്യുന്ന ഈ ഒരു വെക്ടർ ആയിരിക്കും kv1 പ്ലസ് v2 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ ഏത് രണ്ട് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് രണ്ട് വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാലും ആ വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലെയിൻ ആണ് കിട്ടുക. ഓക്കെ, ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു പ്ലെയിൻ ആണ് കിട്ടുക. അതായത് സ്പാൻ ഓഫ് v1 v2 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ പ്ലെയിൻ ത്രൂ ദ ഒറിജിൻ. ഇത് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ ആണ്.
ഒറിജിനിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന പ്ലെയിൻ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. V1 V2 എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് എടുത്തു, അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇറ്റ്സ് എ പ്ലെയിൻ ആയിരിക്കും പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ഓക്കെ, അത്രയും. നെക്സ്റ്റ് നമുക്കൊരു മൂന്നാമത്തെ എക്സാമ്പിൾ ഉള്ളത് സ്പാനിങ് സെറ്റ് ഫോർ Pn. എന്താണ് P എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദ സെറ്റ് ഓഫ് ഓൾ വെക്ടർ സ്പേസ് ഹൂസ് എന്താണ് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഹൂസ് ഡിഗ്രി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അതല്ലേ സ്പാനിങ്? അപ്പം ഈ Pn ന്റെ സ്പാനിങ് സെറ്റ് എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പോ Pn ന്റെ സ്പാനിങ് സെറ്റ് എന്ന് പറയുന്നത് 1x x സ്ക്വയർ എക്സെട്ര x പവർ n എന്ന് പറയുന്നതാണ്. ഇത് സ്പാൻ Pn നെ സ്പാൻ ചെയ്യുന്നു. അതായത് സ്പാൻ ഓഫ് 1x x സ്ക്വയർ എക്സെട്ര അപ് ടു x പവർ n വിച്ച് ഇസ് ഈക്വൽ ടു Pn. നിങ്ങൾ ആലോചിക്കാം, 1x x സ്ക്വയർ എക്സെട്ര അപ് ടു x പവർ n-ന്റെ ലീനിയർ കോമ്പിനേഷൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പോളിനോമിയൽസ് അല്ലേ കിട്ടുക? എല്ലാ പോളിനോമിയൽസിന്റെ കളക്ഷനും വരുമല്ലോ, ഹൂസ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അതല്ലേ Pn എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ പോളിനോമിയൽ, അതായത് Pn-ലെ ഒരു പോളിനോമിയൽ, P എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു an x പവർ n. അതായത് ഇതിനെ നമുക്ക് എഴുതാം ഇങ്ങനെ അല്ലെ, a0 ഇൻറ്റു 1 പ്ലസ് a1 ഇൻറ്റു എക്സ് പ്ലസ് എക്സെട്ര അപ് ടു an ഇൻറ്റു എക്സ് പവർ n. നിങ്ങൾ നോക്കുക, ഇത് ഇറ്റ് ഈസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് 1x x സ്ക്വയർ എക്സെട്ര അപ് ടു എക്സ് പവർ n എന്നല്ലേ? അതായത് നമുക്ക് ഇവിടുന്ന് എന്ത് പറയാം? ഏതൊരു പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ സ്ക്വയർ ഉള്ള പോളിനോമിയൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? a0 ഇൻറ്റു 1 പ്ലസ് a1 ഇൻറ്റു എക്സ് പ്ലസ് a2 ഇൻറ്റു എക്സ് സ്ക്വയർ, ബാക്കി എല്ലാ സ്കെലാസും 0 ആയിട്ട് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? Pn എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പാൻ ഓഫ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, 1x x സ്ക്വയർ എക്സെട്ര അപ് ടു എക്സ് പവർ n. ഓക്കെ, ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാം, അതായത് ലീനിയർ കോമ്പിനേഷന്റെ എക്സാമ്പിൾ. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ആണ് അതിൽ തന്നിരിക്കുന്നത്, ലീനിയർ കോമ്പിനേഷൻസിന്റെ ഒരു പ്രോബ്ലം. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്, നമുക്ക് നോക്കാം. Consider the vectors u equal to 1, 2, -1 and v equal to 6, 4, 2 in R3. R3-ലെ രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. Show that w equal to 9, 2, 7 is a linear combination of u and v. നമ്മളോട് പറഞ്ഞിരിക്കുന്ന w എന്ന് പറയുന്ന മറ്റൊരു വെക്ടർ തന്നിട്ടുണ്ട്, 9, 2, 7 എന്ന് പറയുന്നത്. ഇത് ഈ യുവിന്റെയും വിന്റെയും ലീനിയർ കോമ്പിനേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. And show that w dash equal to 4, -1, 8 is not a linear combination of u and v. അതുപോലെ തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം, 4, -1, 8 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ അല്ല എന്നും പറയണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് യുവും വിയും നമ്മൾ ആദ്യം നോട്ട് ചെയ്യാം. ഓക്കെ, യുവും വിയും നമ്മൾ നോട്ട് ചെയ്യാം. u ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്? 1, 2, -1 ആൻഡ് v ഈക്വൽ ടു 6, 4, 2. ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് ആരെ എഴുതാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ. ആരെ എഴുതാൻ പറ്റണം എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്? 9, 2, 7 ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് പറയണം. അപ്പോ 9, 2, 7 എന്ന് പറയുന്നതിനെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും എന്നാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ there must be two scalars k1 and k2 such that w equal to k1u and k2u. അല്ലെ, w-നെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ നമുക്ക് എഴുതാം in order for w to be a linear combination of u and v, there must be scalars
K1 and K2 such that W equal to K1U plus K2V. അതായത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഡബ്ല്യുവിന് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ നമുക്കൊരു K1 K2 എന്ന് പറയുന്ന രണ്ട് സ്കെലാസിനെ കണ്ടുപിടിക്കാൻ പറ്റണം. അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. W എന്ന് പറഞ്ഞാൽ 9 2 7 ക്യാൻ ബി റിട്ടൺ ആസ് K1 ഇൻറ്റു U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 -1 പ്ലസ് K2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 4 2. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. 9 2 7 ഈക്വൽ ടു K1 2K1 മൈനസ് K1 നേരിട്ട് എഴുതിയാൽ മതി കേട്ടോ. 6K2 4K2 2K2 ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഞാൻ ഒരു സ്റ്റെപ്പ് കൂടുതൽ എഴുതിയേ ഉള്ളൂ. 6 ഇവിടെ നമുക്ക് എന്താ കിട്ടുക? 1 പ്ലസ് ആഡ് ചെയ്യാം. K1 പ്ലസ് 6K2 2K1 പ്ലസ് 4K2 ആൻഡ് മൈനസ് K1 പ്ലസ് 2K2. ഇവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തെ കോർഡിനേറ്റ്സ് K1 പ്ലസ് 6K2 ഈക്വൽ ടു 9, രണ്ടാമത്തത് 2K1 പ്ലസ് 4K2 ഈക്വൽ ടു 2, മൂന്നാമത്തത് മൈനസ് K1 പ്ലസ് 2K2 ഈക്വൽ ടു 7 അല്ലെ? ഇത് മൂന്നെണ്ണം. അപ്പോൾ നിങ്ങൾക്കിത് സോൾവ് ചെയ്യാനറിയാം. ഇതെന്താ സാധനം? ഇതൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണല്ലേ. K1 K2 ഉള്ള സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആയി. നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? ഗൗഷ്യൻ എലിമിനേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടില്ലേ? ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓഗ്മെന്റഡ് മെട്രിക്സ് ഫസ്റ്റ് എഴുതാം. അപ്പോൾ നിങ്ങൾ 1 6 9 2 4 2 ആൻഡ് മൈനസ് 1 2 7. നമുക്കിതിനെ സോൾവ് ചെയ്യാം. എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? 1 6 9 2 minus 2 0 4 minus 12 minus 8 2 minus 18 minus 16 minus 1 plus 1 0 6 plus 2 8 7 plus 9 16 അല്ലേ? ഇതിനെ നമുക്ക് ഒന്നുകൂടെ നമ്മൾ സോൾവ് ചെയ്യാം. ഒന്നുകൂടെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യാം. 1 6 9 0 ഇവിടെ നമുക്ക് മൈനസ് 18 മൈനസ് 16 രണ്ടാമത്തെ ആഡ് ചെയ്യുമ്പം 0 0 0 എന്ന് വരും. നമുക്കൊന്ന് ചെറുതാക്കി എഴുതാം. 1 6 9 0 1 2 0 0 0. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടും? നമ്മളൊന്ന് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. നിങ്ങൾ ഇങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പഠിച്ച മെത്തേഡിൽ ചെയ്യുക. ഗൗഷ്യൻ എലിമിനേഷൻ മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. K1ന്റെയും K2ന്റെയും വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്നത് K1 പ്ലസ് 6K2 ഈക്വൽ ടു 9 ആൻഡ് K2 ഈക്വൽ ടു 2. ഓക്കെ, K2 ഈക്വൽ ടു 2 എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് K1 പ്ലസ് 12 ഈക്വൽ ടു 9 K1 ഈക്വൽ ടു മൈനസ് 3 എന്ന് കിട്ടും. അപ്പം നമുക്ക് ഏതൊക്കെ കിട്ടി വാല്യൂസ്? K1 മൈനസ് 3 ആണെന്നും K2 2 ആണെന്നും കിട്ടി. അപ്പം നമ്മളുടെ ലീനിയർ കോമ്പിനേഷൻ എങ്ങനെയാണ് വരേണ്ടത്? W ഈക്വൽ ടു മൈനസ് 3U പ്ലസ് 2V. ഇനി നിങ്ങൾ ഈ യുനും വിക്കും പകരം ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ശരിക്കും ആൻസർ കിട്ടും കേട്ടോ. അതായത് 927 ആണ് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് പിന്നെ ചോദിച്ചിരിക്കുന്ന ഒരു പ്രോബ്ലം ഏതാണ്? അടുത്ത് ചോദിച്ചിരിക്കുന്നത് W ഡാഷ് യുവിന്റെയും വിന്റെയും ലീനിയർ കോമ്പിനേഷൻ ആണോ എന്നുള്ളതാണ് അല്ലേ. അപ്പം നമുക്കതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് വേണ്ടത് അപ്പോൾ W ഡാഷ് ആണെങ്കിലോ, ഫോർ W ഡാഷ് ടു ബി എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് U ആൻഡ് V, there must be scalars K1 and K2 such that W dash equal to K1U plus K2V അല്ലേ. നമുക്ക് ഇതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. K1ഉം K2ഉം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയേണ്ടത്. കാരണം ഇത് എലമെന്റ് അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. 4 minus 1 8 ഈക്വൽ ടു K1 ഇൻറ്റു 1 2 minus 1 പ്ലസ് K2 ഇൻറ്റു 6 4 2.
ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് k1 plus 6k2, 2k1 plus 4k2, minus k1 plus 2k2. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? k1 plus 6k2 equal to 4 and 2k1 plus 4k2 equal to minus 1 and minus k1 plus 2k2 equal to 8 എന്ന് കിട്ടും. ഓക്കെ, ഇതും നമ്മൾ ഗൂഷ്യൻ എലിമിനേഷൻ വഴി നമ്മളിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓഗ്മെന്റഡ് മെട്രിക്സ് കൺസിഡർ ചെയ്യാം നമുക്ക്. 1 6 4 2 4 minus 1 2 8. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 1 6 4 2 minus 2 0 4 minus 12 minus 8 minus 1 minus 8, that is minus 9. Minus 1 plus 1 0, 2 plus 6 8 and 8 plus 4 12. ഇവിടെ നമുക്ക് ഒന്നുകൂടി ചെയ്യാം. ഇവിടെ നമുക്ക് എന്താ കിട്ടുക? 1 6 4 0 minus 8 minus 9 0 0 12 plus minus 9, that is 3. ഇവിടെ നമുക്ക് റാങ്ക് ഓഫ് എ ബി നോക്കി നോക്കാം. റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് എത്രയാ? 3 ആണല്ലേ. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നതോ ദാറ്റ് ഈസ് 2 ആണ്. അപ്പൊ ഇത് ഇൻകൺസിസ്റ്റന്റ് ആണ്. ഈ സൊല്യൂഷൻ ഇൻകൺസിസ്റ്റന്റ് ആണ്. ഇവിടെ ഇൻകൺസിസ്റ്റന്റ് ആണ്, ഇതിനൊരു സൊല്യൂഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു k1ഉം k2നെയും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഇറ്റ് ഈസ് നോട്ട് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് u ആൻഡ് v. ഓക്കെ, അടുത്ത പ്രോബ്ലം പറയുന്നത് ടെസ്റ്റിംഗ് ഫോർ സ്പാനിങ് ആണ്. നോക്കാം നമുക്ക്. ഡിറ്റർമൈൻ വെദർ വെക്ടേഴ്സ് v1 equal to 1 1 2, v2 equal to 1 0 1, v3 equal to 2 3 2 1 3 span the vector space R3. അതായത് ഈ ഒരു 3 വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് R3യെ സ്പാൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെയും നിങ്ങളെ ഇപ്പം നിങ്ങൾക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ച മെത്തേഡ് ഏതാണോ അത് ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്ന മെത്തേഡിലായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്താണോ പഠിച്ചത് അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെയും അതിൻ്റെ ഒരു ചെറിയ സെക്ഷൻ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? R3യെ സ്പാൻ ചെയ്യാൻ പറ്റുമോ ഈ 3 വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് എന്നുള്ളതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, R3യിലെ ഏതൊരു വെക്ടർ എടുത്താലും ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ R3യിലെ ഒരു ആർബിട്രറി വെക്ടറിനെ ചൂസ് ചെയ്യാം. ഓക്കെ, ലെറ്റ് b1 b2 b3 belongs to R3. b ആർബിട്രറി, അതായത് ഏതോ ഒരു വെക്ടറിനെ നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുകയാണ്, നമുക്കിതിനെ ലീനിയർ കോമ്പിനേഷൻ ആയി എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളിതിനെ b1 b2 b3നെ നമ്മൾ v1 v2 v3യുടെ ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണേ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? b is equal to k1 v1 plus k2 v2 plus k3 v3. ഓക്കെ, അപ്പൊ നമുക്കിതിൽ v1ഉം v2ഉം v3യും നമുക്കറിയാം, അതുപോലെ ബിയും നമുക്കറിയാം. നമുക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. b1 b2 b3 is equal to k1 into 1 1 2 plus k2 into 1 0 1 plus k3 into 2 1 3. ഇതൊന്ന് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടുന്നത് b1 b2 b3 equal to k1 plus k2 plus 2k3 k1 plus k3 2k1 plus k2 plus 3k3. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ നമുക്കിതിനെ ഇക്വേറ്റ് ചെയ്യാം.
K1 plus K2 plus 2K3 equal to B1, K1 plus K3 equal to B2, and 2K1 plus K2 plus 3K3 equal to B3. അതായത് നമുക്ക് ഇനിയിപ്പോൾ എന്ത് നോക്കിയാൽ മതി, ഈ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണോ, B1 B2 B3 ഏത് വാല്യൂ എടുത്താലും ഈ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണോ എന്ന് നോക്കിയാൽ മതി. കൺസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, B1 B2 B3 ഏത് വാല്യൂ എടുത്താലും ഈ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സിനെ നമുക്കൊന്ന് എഴുതി നോക്കാം. കോഎഫിഷ്യന്റ് മെട്രിക്സ് ഏതാ, A equal to 1 1 2 1 0 1 2 1 3. ഇതാണ് നമ്മുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ്. ഈ കോഎഫിഷ്യന്റ് മെട്രിക്സ് കൺസിസ്റ്റന്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും ശരിക്കും ഇതിന്റെ, അതായത് AX ഈക്വൽ ടു B എന്ന് പറയുന്ന സൊല്യൂഷന് എക്സ് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് A ഇൻവേഴ്സ് B നമ്മൾ ചെക്ക് ചെയ്താൽ മതി അല്ലെ. A ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എക്സിന് സൊല്യൂഷൻ ഉണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് A ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ. അപ്പൊ ഇവിടെ നമ്മൾ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്താ വരുന്നതെന്ന് നോക്കാം നിങ്ങൾ. അപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ അത് കൺസിസ്റ്റന്റ് ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ കോഎഫിഷ്യന്റ് മെട്രിക്സ് ആസ് എ നോൺ സീറോ ഡിറ്റർമിനന്റ്. അപ്പൊ ഇവിടെ നമ്മൾ ഡിറ്റർമിനന്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 into 0 minus 1 minus 1 into 3 minus 2 plus 2 into 1 minus 0. That is 1 minus 1 minus 1 plus 2. That is equal to 0 അല്ലെ. അപ്പൊ ഇവിടെ എന്താ ഡിറ്റർമിനന്റ് എന്താണ്, 0. Here determinant of A is equal to 0. Therefore അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഈ B1 B2 B3 ഏത് തന്നെ എടുത്താലും ഈ സിസ്റ്റം എന്താവില്ല, കൺസിസ്റ്റന്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ B1 B2 B3 എന്ന് പറയുന്ന വെക്ടേഴ്സ് R3യെ സ്പാൻ ചെയ്യുന്നില്ല. ഓക്കെ, therefore V1 V2 V3 do not span R3. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയാട്ടോ ഇത്. അതായത് നമുക്ക് എന്താ അറിയേണ്ടത്, ഡിറ്റർമൈൻ വെദർ ദ വെക്ടേഴ്സ് V1 V2 V3 സ്പാൻ വിത്ത് ദ വെക്ടർ സ്പേസ് R3. R3 എന്ന് പറയുന്ന വെക്ടർ സ്പേസിനെ V1 V2 V3 എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന 3 വെക്ടേഴ്സ് സ്പാൻ ചെയ്യുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്, സ്പാൻ ചെയ്യും എന്നാണെങ്കിൽ അല്ലെങ്കിൽ സ്പാൻ ചെയ്യുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, R3യിലെ ഏതെങ്കിലും ഒരു ആർബിട്രറി വെക്ടറിനെ എടുത്തിട്ട് അതിനെ ഇതിന്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. അതാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് B1 B2 B3 എന്ന് പറയുന്ന ഒരു ആർബിട്രറി വെക്ടർ സ്പേസിനെ നമ്മൾ എടുത്തു. എന്നിട്ട് അതിനെ നമ്മൾ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാണ് B equal to K1 V1 plus K2 V2 plus K3 V3. ഇനി നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ K1ഉം K2ഉം K3യും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കണേ. ഇങ്ങനെ ഒരു K1 K2 K3 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ, കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് സ്പാൻ ചെയ്യുന്നു എന്ന് പറയാം, കാരണം ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റും. ഇനി അങ്ങനെയൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ അത് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റില്ല, സ്പാൻ ചെയ്യില്ല എന്ന് പറയാം. അപ്പോ നമ്മളിവിടെ നമുക്ക് അറിയുന്ന നമുക്ക് തന്നിട്ടുള്ള വെക്ടേഴ്സിനൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടി. K1 ഇത് സിസ്റ്റം ഓഫ് നോൺ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ് ആണല്ലോ, സിസ്റ്റം ഓഫ് നോൺ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്കറിയാം ഒരു സിസ്റ്റം, അതായത് ഇങ്ങനെയൊരു സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. എപ്പോഴാണ് കൺസിസ്റ്റന്റ് ആവുക, ഈ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്, കൺസിസ്റ്റന്റ് if and only if determinant of the coefficient matrix, ഞാൻ ഇവിടെ ഏന്ന് കൊടുക്കുന്നുണ്ട്, determinant of A is not equal to 0 ആവുമ്പോഴാണ് ഈ സിസ്റ്റം കൺസിസ്റ്റന്റ് ആവുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഇതിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എടുക്കുകയാണ്. കോഎഫിഷ്യന്റ് മെട്രിക്സ് എടുത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നില്ല, ഡിറ്റർമിനന്റ് ഓഫ് A ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത്. അതായത് തന്നിരിക്കുന്ന സിസ്റ്റം കൺസിസ്റ്റന്റ് അല്ല എന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ ഇല്ല. അതായത് K1 K2 K3 എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതിനൊരു സൊല്യൂഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ഇതിനെ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് V1 V2 V3 ഡു നോട്ട് സ്പാൻ R3 എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് കാര്യം.
അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു തിയറാണ് പറയാനുള്ളത്, അടുത്ത ക്ലാസ്സിൽ പറയാം.